ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരള ആധ്യാത്മികതയുടെ ഏറ്റവും പുതിയ അധ്യായമാണ് ഉടമ്പടി ജീവിതചര്യ. ഉടമ്പടി എടുക്കുന്നവർ തന്നെ രണ്ട് തരമുണ്ട്. സാധാരണ ഉടമ്പടി എടുത്ത് പോകുന്നവരും പിന്നീട് ഉടമ്പടി ജീവിക്കുന്നവരും. ഉടമ്പടി എടുത്തു പോകുന്നവർ ഫങ്ഷണറീസും ഉടമ്പടി ജീവിക്കുന്നവർ മിഷണറീസുമാണ്. എല്ലാവർക്കും മിഷണറീസ് ആകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം അതൊരു മിഷണറി ആവുക എന്ന് പറഞ്ഞാൽ അതൊരു വിളിക്കുള്ളിലെ വിളിയാണ്. ദൈവത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിന് ആത്മാവിലങ്ങനെ പ്രേരണ ഉണ്ട്, എനിക്ക് ദൈവസ്നേഹമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പുതിയ പുതിയ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും പുതിയ സ്നേഹത്താൽ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്റ്റാറ്റിക്കായിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിലാപങ്ങൾ 3:22 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. വാർദ്ധക്യം എന്ന് പറയണത് എന്താ? വാർദ്ധക്യം എന്ന് പറയണത് എന്താണ്? യഥാർത്ഥത്തിൽ ബയോളജിക്കലായിട്ടുള്ള ഫിനോമിന എന്താണ്? ഓൾഡ് ഏജ്, ഗെറ്റിംഗ് ഓൾഡ് എന്ന് പറയുന്ന ആ വാർദ്ധക്യ പ്രതിഭാസം എന്താണ്? പുതിയ കോശങ്ങളുണ്ടാകുക. കോശങ്ങൾ റിജുവിനേറ്റ് ചെയ്യുന്നില്ല. അതിനാണ് ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്നൊക്കെ ഇവർ പറയണത്. കോശങ്ങൾ പുനർജീവിക്കുന്നില്ല, പഴയ കോശങ്ങൾ അങ്ങനെ. അതുകൊണ്ടാണ് ഞെറികളൊക്കെ വീഴുകയും ചിരങ്ങളൊക്കെ വരികയും ചെയ്യും. കോശങ്ങൾ 10, 80, 85 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോശങ്ങൾ ഉണ്ടാകുന്നില്ല. ചിലർക്ക് പാരമ്പര്യം കൊണ്ട് 97 വയസ്സ് വരെയൊക്കെ അങ്ങനെ ജീവിച്ചു പോകുന്നെങ്കിലും പുതിയ കോശങ്ങൾ ഉണ്ടാകാത്തതാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. പുതിയ സ്നേഹം അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഓരോ പ്രഭാതത്തിലും, എന്നിട്ട് വായിച്ചേ, ഓരോ പ്രഭാതത്തിലും അവിടുന്ന് പുതിയ സ്നേഹം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തു. ഇപ്പം പുതുതായിട്ട് നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടാകണില്ല. പുതിയ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ പുതിയ ശുശ്രൂഷകളുണ്ടാകും, പുതിയ പ്രാർത്ഥനകളുണ്ടാകും, പുതിയ വചനവായനകളുണ്ടാകും, പുതിയ വചനങ്ങളുണ്ടാകും, പുതിയ സ്വപ്നങ്ങൾ വരും, പുതിയ ദർശനങ്ങൾ വരും. ആൾക്കാരിങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് പുതുക്കലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആധ്യാത്മിക വാർദ്ധക്യത്തിലാണ്. ഇത് വലിയ അപകടകരമായൊരവസ്ഥയാണ് ആധ്യാത്മിക വാർദ്ധക്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഔസേപ്പച്ചൻ പുതുമന എന്ന് പറഞ്ഞൊരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഷാലോമിൽ എൻ്റെ ഒരു സുഹൃത്ത് ജയ്മോൻ വിളിച്ചു പറഞ്ഞു, ഔസേപ്പച്ചൻ ബ്രദറിന് ഭയങ്കര കിടിലിനൊരു ഉടമ്പടി സാക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഔസേപ്പച്ചൻ ബ്രദറിൻ്റെ സാക്ഷ്യം ഞാൻ പണ്ട് കേട്ടിട്ടുള്ള ആളാണ്. കാര്യം ഇദ്ദേഹം പഴയൊരു സുവിശേഷകനാണ്. ജനലക്ഷങ്ങളെ കർത്താവിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള സുവിശേഷ സാക്ഷ്യമുള്ള ആളാണ്. കാര്യം അത് ഞാൻ പണ്ട് കടലോരത്ത്, നിങ്ങൾക്കിവിടെ കുറച്ച് പേർക്കെങ്കിലും അറിയാം, 90കളിലെ കടലോരത്ത് കൺവെൻഷൻ നടത്തുമായിരുന്നു. 90 തൊട്ട് 2000 വരെ. ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ കടലിൽ പോയി വള്ളങ്ങളെല്ലാം വെഞ്ചരിക്കും. 5 ദിവസം കടലിൻ്റെ കരയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് കൂടി
കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഭജന പ്രഘോഷകരെയൊക്കെ വിളിച്ച് വരുത്തി സുവിശേഷം പ്രസംഗിപ്പിക്കും, ധ്യാനം നടത്തും. അപ്പം അന്ന് ഞാൻ വിളിച്ച ഒരാളാണ് ഈ ഔസേപ്പച്ചൻ പുതുമന. അപ്പം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എനിക്കറിയാം. അദ്ദേഹം കാവേരി ബാറെന്നും പറഞ്ഞൊരു വലിയൊരു ബാർ നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി. അദ്ദേഹം കർത്താവിനെ അതൊരു നാമമാത്രമായ ക്രൈസ്തവനായിട്ടും എന്നാൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു പോകുന്ന ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്, കുഴപ്പക്കാരനല്ല. എങ്കിലും കർത്താവിനെ അറിയേണ്ട പോലെ അറിഞ്ഞില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ. അറിയേണ്ട പോലെ അറിയാത്തിടത്തോളം കാലം നമ്മൾ ദൈവത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും ചെയ്ത് ജീവിക്കും. അപ്പോഴതുകൊണ്ട് എപ്പോഴും സുവിശേഷം പറയും, ഒരു യു ടേൺ എടുക്കേണ്ടി വരുമെന്ന് പറയും. ഇപ്പം ഉടമ്പടി എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനിവിടെ നിങ്ങളോട് പറയും, അവൻ പറയണ പോലെ ചെയ്ത് ജീവിക്കുക. സിമ്പിളാണ്. കാര്യം നമ്മൾ ഇവിടെ നടത്തുന്നതും ആൾക്കാർ ജീവിക്കുന്നതും എന്താണ്? മരിയൻ ഉടമ്പടി എന്ന് പറയും. ഉടമ്പടി പലതരത്തിലുണ്ട്. കുർബാന ഒരു ഉടമ്പടിയാണ്, നമുക്കറിയാം. എബ്രാഹത്തിനോട് ചെയ്തത് ഉടമ്പടിയാണ്. എബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടിയിലാണ് ഈ വാഗ്ദാന നാടെന്നുള്ള സത്യം വരണത്. പാലസ്തീൻ പ്രോബ്ലമൊക്കെ ഉണ്ടാകുമ്പോൾ സാഹോദര്യത്തിൻ്റെ ഒരു കാലം എല്ലാവർക്കും ഇപ്പോൾ പാലസ്തീൻ ജനതയ്ക്കും അവരുടെ അവകാശമുണ്ട്. അവിടെ കുഞ്ഞുങ്ങൾ ജനിക്കണം, അവർ വളരണം, മാന്യമായി ജീവിക്കണം. അതും ദൈവത്തിൻ്റെ ആവശ്യമാണ്. അപ്പം അതൊരു യുദ്ധത്തിലൂടെ അത് നിറവേറ്റുന്നതിനുള്ളക്കുപരി ഈ എല്ലാ ജനതകളും വിശുദ്ധ ഗ്രന്ഥത്തെ ഒഴിവാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മസിൽ പ്രയോഗം നടത്താൻ തീരുമാനിക്കുമ്പോഴാണ് വെടിയിച്ച് നിലക്കാത്ത ഒരു ലോകം നമുക്ക് കിട്ടണത്. ഇപ്പോൾ പുതിയൊരു കാലവും പുതിയൊരു സമാധാനവും അവർക്കൊരു ഇരിപ്പിടവും കിട്ടാൻ വേണ്ടി, ന്യായമായ ഇരിപ്പിടം കിട്ടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 വെച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തിലൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് ദൈവത്തിന് കൂടി മനസ്സിലാകണം. അതെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അതനുസരിച്ച് ദൈവത്തിന് ഇപ്പം നമ്മൾ പ്രെയർ ചെയ്യുകയാണ് എന്ന് ദൈവത്തിന് മനസ്സിലാകണം. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ആ പ്രെയറിൽ ദൈവം ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് വൈസ് റിച്ച് ആണെങ്കിൽ ദൈവത്തിന് മനസ്സിലാകും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നുള്ളത്. അതിനകത്ത് ആപ്ലിക്കേഷൻസ് മാത്രമാണെങ്കിൽ അത് നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവത്തെ മനസ്സിലാകത്തില്ല. കാര്യം അങ്ങനെ ദൈവത്തിൻ്റെ ബ്രെയിനിൽ അത് സേവ് ആയിട്ടില്ല. എങ്ങനെ വയറ്റിപ്പപ്പിന് വേണ്ടി വയറ്റായിട്ടടിച്ച് പാടുന്ന പാട്ടാണ്, വയറ്റായിട്ടടിച്ച് പാടുന്ന പാട്ടാണ് പ്രാർത്ഥന. അത് സേവ് ചെയ്തിട്ടില്ല. മറിച്ച് അതിൻ്റെ അകത്ത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം, 4 കണ്ടൻറ്റ് വൈസ് റിച്ച് ആയിരിക്കണം. എപ്പോഴും ദൈവദർശനത്തിൽ വരുമ്പോൾ ഞാൻ വരച്ചിട്ട വരയിലൂടെ ദൈവം വളഞ്ഞും തിരിഞ്ഞും സഞ്ചരിക്കണമെന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന ദൈവദർശനത്തിൽ സേവല്ല. സേവല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവദർശനം സേവായിരിക്കുന്നത് എന്താണെന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതാണ് ദൈവത്തിൻ്റെ ബ്രെയിനിൽ സേവായിരിക്കുന്നത്. അതാണ് എന്താണ്? ഒരു മനുഷ്യനും പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയിലെ കണ്ടൻറ്റുകൾ എന്താണ്? Thy will be done, thy kingdom come. നിൻ്റെ രാജ്യം വരണം,
നിൻ്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലെ നിന്റെ തിരുമനസ് നിറവേറാൻ തുറന്ന ഒരു മനോഭാവം എനിക്ക് നൽകണമേ. അത് നിറവേറ്റാൻ ആവശ്യമായ ദൈവസ്നേഹം എനിക്ക് നൽകണമേ. അപ്പൊ പ്രാർത്ഥനയുടെ ഇന്ധനം എന്ന് പറയുന്നത് ദൈവസ്നേഹമായിരിക്കും. അപ്പം ദൈവസ്നേഹമുള്ള ആൾക്കാർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് ആഗ്രഹിക്കത്തുള്ളൂ. വസ്തുസ്നേഹം ഉണ്ടാവും, വിഷയസ്നേഹം ഉണ്ടാവും. 3 തരം സ്നേഹങ്ങൾ മനുഷ്യരിൽ ഉണ്ടാവും. വസ്തുക്കളുള്ള സ്നേഹം ഉണ്ടാവും, വിഷയത്തോടുള്ള സ്നേഹം ഉണ്ടാവും, ദൈവത്തോടുള്ള സ്നേഹവും ഉണ്ടാവും. പലപ്പോഴും പ്രാർത്ഥനയിൽ മുന്നിട്ട് മുഴച്ചു നിൽക്കുന്നതെല്ലാം ഈ വസ്തുസ്നേഹമായിരിക്കും. വസ്തുക്കളോടുള്ള സ്നേഹം അല്ലെങ്കിൽ വിഷയത്തോടുള്ള സ്നേഹം, അതൊക്കെ മനുഷ്യന് ആവശ്യമാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. വസ്തുക്കളും വിഷയങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം, അല്ലേ? ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, ആരാധന, ആരാധന. മത്തായി 6:31-32. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം മറ്റുള്ളവയെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് വിഷയമുണ്ട്, വസ്തുക്കളുമുണ്ട്. അപ്പോൾ ദൈവം അത് അവോയ്ഡ് ചെയ്യുന്നില്ല, ഓവർലുക്ക് ചെയ്യുന്നില്ല. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, വഴി, വെളിച്ചം, വെള്ളം എല്ലാം ദൈവം ഓവർലുക്ക് ചെയ്യണില്ല. ഒന്നും ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് പറയുന്നില്ല. അതെല്ലാം ആവശ്യമാണെന്ന് എനിക്കറിയാം. മറ്റുള്ളവയെല്ലാം ചേർത്ത് നൽകും, മറ്റുള്ളവയെല്ലാം. പക്ഷെ പ്രയോറിറ്റി വരണത് എന്താണ്? ആദ്യം ദൈവരാജ്യത്തിൻ്റെയും, ഇപ്പോൾ പ്രാർത്ഥനകളെല്ലാം ഓക്കെയാണ്, പക്ഷേ ആദ്യം ഒരു അടയാളം ദൈവം അവരന്വേഷിക്കും. ആദ്യം ദൈവം അടയാളം കാണിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിൻ്റെ ജീവിതം, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാം. അപ്പം അതാണ്. പക്ഷേ അത് ഒരിക്കലും നമുക്ക് ആ ഒരു ഫയല് മുന്നോട്ട് പോകത്തില്ല. കാര്യം ബൈബിൾ റീസെറ്റ് ചെയ്തിരിക്കണം അങ്ങനെയല്ല. ആദ്യം ദൈവരാജ്യവും അതിൻ്റെ നീതിയും. ആദ്യം നമ്മുടെ ഭാഗത്തു നിന്നാണ് ഇനിഷ്യേറ്റീവ് വരണത്. ഇപ്പം അവൻ പറയണ പോലെ ചെയ്യണമല്ല ഉടമ്പടി, അല്ലേ? അവൻ പറഞ്ഞ എന്താണ്? അവൻ ആദ്യം പറഞ്ഞ എന്താ? അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതാണ് വിഷയം. ആദ്യം നമ്മുടെ ഭാഗത്തു നിന്നാണ് ഇനിഷ്യേറ്റീവ് വരേണ്ടത്. ഇപ്പം ഈ ആദ്യം ദൈവരാജ്യവും അതിൻ്റെ നീതി അന്വേഷിക്കാൻ പറയുമ്പോൾ അതങ്ങനെ അന്വേഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് ഉടമ്പടിയെങ്കിൽ അവൻ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താ? മർക്കോസ് 1:15 വായിച്ചേ. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇവിടെ വളരെ കുറച്ച് സമയം നോക്കൂടെ. ഈ വചനത്തിൻ്റെ ജംഗ്ഷനാണിത്. അവിടെ നമുക്ക് കുറച്ച് നേരം ശ്രദ്ധിക്കേണ്ടി വരും. ഇവിടെ എന്താണ്? 6:33 മർക്കോസ് മത്തായി എന്താണ്? ആദ്യം പറഞ്ഞ് ദൈവരാജ്യവും അതിൻ്റെ നീതി അന്വേഷിക്കുക. അതൊക്കെ അല്ലേ? ഇനി അവൻ പറഞ്ഞ ആദ്യത്തെ വാക്ക് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. എന്താണ് കാര്യം? ദൈവരാജ്യം. അത് വാചനം വായിച്ച്
മർക്കോസ് 1:15. മർക്കോസ് 1:15. അപ്പം മർക്കോസ് 1:15 മത്തായി 6:33 കൂടിയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതാണ് സംഭവം. മർക്കോസ് മത്തായി 6:33 ആദ്യം ദൈവരാജ്യം അന്വേഷിക്കാൻ പറയുന്നുണ്ട്. ഇപ്പം മർക്കോസിൻ്റെ 1:15 എന്താ പറയണത്? ആദ്യം അന്വേഷിക്കേണ്ട ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അത് കരസ്ഥമാക്കാൻ ആദ്യം ചെയ്യേണ്ട ആദ്യത്തെ കാര്യമുണ്ട്. അതെന്താണത്? അനുതപിക്കുക. അതാണ് വിഷയം. ഇപ്പോൾ ഉടമ്പടി ജീവിതം ആരംഭിക്കുന്ന അനുതാപത്തിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ തീപ്പെട്ടി ഉരച്ച് തിരി കൊളുത്തണ മുമ്പ് തന്നെ അനുതാപം കഴിഞ്ഞിരിക്കണം. അവിടെയാണ് ഈ വിഷയം കിടക്കണം. അവിടെ ഇത് തിരിയല്ല 10 തിരി തന്നാലും ആ പിശാച് പഴയ പിശാച് തന്നെ ഇരിക്കും. പിന്നെ എങ്ങനെ ഇവിടെ വർക്കൗട്ട് ചെയ്യണേ? ചെയ്യത്തില്ല. അവിടെ വൈരാഗ്യം മാറിയിട്ടില്ല, ശത്രുത മാറിയിട്ടില്ല, മത്സരം മാറിയിട്ടില്ല, അവരുടെ ജീവിത രീതികളിൽ ദൈവത്തിന് നിരക്കാത്ത ഭാഗങ്ങൾ മാറിയിട്ടില്ല, ഒന്നുമേ മാറിയിട്ടില്ല. തിരി കത്തിച്ചാണ്ട് ദൈവമായിട്ട് തിരി തിരുന്ന ആളാണെന്ന് ഇരിക്കുകയാണ്. അതല്ല സംഭവം. തീപ്പെട്ടി ഉരക്കണ മുമ്പ് തന്നെ അനുതാപം നടന്നിരിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ദൈവരാജ്യത്തിന്റെ നന്ദിയായി അനുതാപത്തിന്റെ അഭിഷേകം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് കുറച്ച് സിൻസിയർ ആണെങ്കിലേ ഉടമ്പടി ഇങ്ങനെ പുതിയ സ്നേഹം നമ്മൾ ആദ്യം വായിച്ചല്ലേ വിലാപങ്ങൾ 3:22 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവിന്റെ സ്നേഹം അസ്തമിക്കണില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ ഗ്രഹണം സംഭവിക്കും. ഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രഹത്തിൻ്റെ മേലെ വേറൊരു ഗ്രഹത്തിന് നിഴൽ വന്നടിക്കും. അതോടുകൂടി ഒരു തീരുമാനം ഉണ്ടാവും. എന്താണ്? പ്രകാശം തരത്തില്ല. കർത്താവ് അപ്പോൾ ഗ്രഹം അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് വി ഡോണ്ട് ഫീൽ ഇറ്റ്. നമ്മളത് അനുഭവിക്കണില്ല. കർത്താവിൻ്റെ സ്നേഹം അസ്തമിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, പക്ഷെ ഗ്രഹണം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ദൈവം അവിടെ ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു അവസ്ഥ പലരുടെയും. ദൈവമുണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യണില്ല. ഏതോ ഒരു നിഴല്, പാപത്തിൻ്റെ ഒരു കരിനിഴല് ഇതിൻ്റെ പേര് ഇങ്ങനെ അടിച്ചു മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസ്നേഹം നമുക്ക് ഫീൽ ചെയ്യണില്ല. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത് അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആഴമായ അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. ഹല്ലേലൂയ.
ഈ അനുതാപത്തിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഹൗ ടു റിപ്പൻറ്റ്. റിപ്പൻറ്റ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. അനുദപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പക്ഷേ എങ്ങനെ റിപ്പൻറ്റ് ചെയ്യും? അത് എന്താണ്? അവൻ പറഞ്ഞതുപോലെ അനുദപിക്കണം. അതാണ് വിഷയം. നമുക്കിഷ്ടമുള്ള അനുദപിക്കാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞത് എന്താണ്? കൽപ്പനകളാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് അനുദപിക്കണമെങ്കിൽ അവൻ നൽകിയിരിക്കുന്ന ഒരു ഫോർമാറ്റുണ്ട് അനുതാപത്തിൻ്റെ. എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ മറ്റൊരു ദൈവം നിനക്കുണ്ടാവും. അപ്പോൾ ഈ മറ്റൊരു ദൈവം ആരും ആകാം. ജാതികളുടെ ദൈവങ്ങളാണ് ആളെ നിർബന്ധമില്ല, ദൈവസങ്കല്പങ്ങൾ തന്നെയാകാൻ നിർബന്ധമില്ല. നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്തോ അതാണ് നമ്മുടെ ദൈവം. ദൈവത്തിനല്ലാതെ നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുത്താലും അത് ദൈവമായിട്ട് മാറും. അതാണ് മറ്റൊരു ദൈവം എന്ന് പറയുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, മറ്റൊരു ദൈവം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. കരങ്ങൾ വീശി വീശി പാടാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സുന്ദരമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. പുറപ്പാട് 20:3. പുറപ്പാട് 20:3. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാവരുത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആര് വന്നാലും അത് ദൈവമായിട്ടാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്. അത് കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. നമ്മളറിഞ്ഞ അത് ശരിക്കും ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇടവക പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ പാവത്തങ്ങളുടെ പള്ളിയിൽ പോലും നമുക്ക് അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയായി. എന്താ കാര്യം? കാറുള്ളവരെല്ലാം കാറ് കൊണ്ടുവന്നിട്ട് വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്നിടും. അത് ആ മാവിൻ്റെ തൊട്ടിട്ട് മാറ്റിയിടാൻ പറഞ്ഞാൽ മാറ്റിയിടത്തില്ല. ജനത്തിന് ഇടയ്ക്കേണ്ടതിനെ കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ ഈ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്ന് നാട്ടുകാരെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കാറും അത് കൊണ്ടുവന്നിട്ടുള്ള മനസ്സും എല്ലാം വേറൊരു ദൈവത്തെ കൊണ്ട് അവരെ സ്വാധീനപ്പെടുത്തി അതിന് അടിപ്പെട്ട് ജീവിക്കുകയാണ്. നമ്മൾ വേറൊരു സ്ഥാനക്കാര്യത്തിന് ഇപ്പം ചിലർ പള്ളി വരുന്നില്ല. എന്തുകൊണ്ടാണ്? കാറില്ല, പള്ളി വരുന്നില്ല. കാലം മാറി. പണ്ടും മുണ്ടില്ല, അതുകൊണ്ട് പള്ളി വരുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഞങ്ങൾ ഒരു 19 കൊല്ലത്തിന് മുമ്പ് അങ്ങനെ ഇടുന്നത്. എന്തുകൊണ്ടാണ് ചേർത്തി പള്ളി വരാത്തത്? ചട്ടയും മുണ്ടില്ലെന്ന്. അപ്പം ചട്ടയും മുണ്ടും മേടിച്ചു കൊടുക്കും നമ്മൾ. ഇന്ന് അങ്ങനെയല്ല. കാറില്ല, അതുകൊണ്ട് പള്ളി വരുന്നില്ല. അങ്ങനെ ഉണ്ട്. വണ്ടിയില്ല, പള്ളി വരുന്നില്ല. ബൈക്കാണെങ്കിലും ഇപ്പോൾ വണ്ടിക്ക് വന്ന് നടന്നു വരാൻ പറ്റത്തില്ല.
ഇതൊരു മറ്റൊരു ദൈവമായിട്ട് ഈ ബൈക്ക് വർക്കൗട്ട് ചെയ്യും. ചില സമയത്ത് വണ്ടിയില്ല, അതുകൊണ്ട് പള്ളി വരുന്നില്ല, കുർബാനയ്ക്ക് വരുന്നില്ല. എന്തൊരു ബന്ധമാണെന്ന് നോക്കി. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഇപ്പം ചില പറയത്തില്ലേ, ഉടുത്ത സാരി കഴിച്ചിട്ടിട്ടുണ്ട്. എന്താ കാര്യം? അടുത്ത കൂട്ടുകാർ അല്ലെങ്കിൽ നാത്തൂൻ അല്ലെങ്കിൽ ബന്ധു കൂട്ടുകാർ പള്ളിയിൽ വരുന്നില്ല. അവർ വരുന്നില്ലെങ്കിൽ പിന്നെ നീ എനിക്ക് കൂട്ടില്ല, ഞാൻ പോയില്ലെന്ന് പറയും. അത്ര റിലേഷനുള്ളൂ. ദൈവത്തിനേക്കാൾ വലുത് കൂട്ടുകാരിയായിട്ട് വന്നിരിക്കുകയല്ലേ. അതാ മറ്റൊരു ദൈവം എന്ന് പറയണത്. മറ്റൊരു ദൈവത്തിൻ്റെ വിളയാട്ടം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, വലിയ വിളയാട്ടമാണ്. ഇവരാരും ഉടമ്പടി ചെയ്യാൻ യാതൊരു ബാധ്യതയുമില്ല. ഇവർ ഉടമ്പടി ചെയ്യാൻ അധിക അവകാശമില്ല. ഉടമ്പടി ചെയ്യാൻ എന്താ കാര്യം? അവർ മറ്റൊരു ദൈവത്തെ, അത് ബന്ധുക്കളായിട്ടും സ്വന്തപ്പെട്ട വണ്ടിയായിട്ടും വീടായിട്ടും ഒക്കെ ഓരോ ആൾക്കാരെ സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ വടി കൊടുത്ത് അടിപടിക്കണ കക്ഷികളാണ്. ദൈവത്തിൻ്റെ അടുത്താണ് ഈ വിട്ടി വർത്താനൊക്കെ പറയണമെന്ന് ഓർക്കണം നിങ്ങൾ. അപ്പം തന്നെ കൗണ്ടഡ് ആകത്തില്ലേ? നിങ്ങളൊരു വയസ്സ് ജന്മമായിട്ട് ദൈവം കരുതത്തില്ലേ? മക്കളില്ലാത്തവർ എപ്പോഴും ശ്രദ്ധിക്കണം. മക്കളില്ലാത്തവരെയും അതുപോലെ തന്നെ വിവാഹം താമസിക്കുന്നവരും വീട് താമസിക്കുന്നവരും എന്തെങ്കിലും കാര്യങ്ങൾ താമസിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടും പ്രയത്നിച്ചും പ്രാർത്ഥിച്ചും ഒരു സംഭവം നേടിക്കഴിഞ്ഞാൽ നമ്മളറിയാതെ ഈ സംഭവം വീടോ നാടോ അല്ലെങ്കിൽ ഈ വീടോ വ്യക്തികളോ ദൈവത്തിൻ്റെ ഒരു അവതാരമായിട്ട് മാറും. അജ്ഞാതമായ അവതാരങ്ങൾ അനുദപിക്കുക എന്ന് പറയുമ്പോൾ ഈ അജ്ഞാത അവതാരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പാരൽ ഗോഡ്, അത് ഒരിക്കലും അതുമായിട്ട് നോക്കി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന വസ്തുക്കൾ, വ്യക്തികള്, രാജ്യങ്ങള്, ഇടങ്ങള്, വീടുകള് എല്ലാം നിരുപാധികമായി കർത്താവുമായി ജീവിക്കുന്നതിന്റെ പേരില് ഒഴിഞ്ഞു കൊടുക്കുവാൻ എന്റെ ആത്മാവിനെ കൃപയുടെ വികാസം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ കാനഡയിൽ ഇടിച്ചു നിൽക്കും, ചിലക്ക് ആസ്ട്രേലിയയിൽ ഇടിച്ചു നിൽക്കും. ഒരിക്കൽ കയറിയൊരു വൈറസാണ് ഈ ആസ്ട്രേലിയൻ വൈറസ്. കാനഡ വൈറസ് ഉണ്ട്. അതുപോലെ ഓരോ ആ രാജ്യത്ത് എങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി ഇവർ പഠിക്കണ കുഞ്ഞുനാൾ തന്നെ ആ രാജ്യത്ത് പോയാൽ ശരിയാകും. അപ്പം അതിനുവേണ്ടി മനസ്സ് ട്രെയിൻ ചെയ്ത്, ചിന്ത ട്രെയിൻ ചെയ്ത്, ശ്വാസം, അതുപോലെ ആലോചന എല്ലാം ചെയ്ത് ഇതൊരു മറ്റൊരു വൈറസായിട്ട് മറ്റൊരു ദൈവമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, അതെൻ്റെ ബൈബിളിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ, കർത്താവ് തിരുമനസ്സാണെങ്കിൽ നാളെ ഞങ്ങൾ ആ പട്ടണത്തിൽ പോകും. ഇവിടെ യാക്കോബ് ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 നാദാനി മോദി നിന്നി കൃപ Yeah.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യാക്കോബ് 4:13 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് 4:13. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. അടിവരയിട്ടിരിക്കണം. ഇതാണ് നിങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പം ന്യൂസിലൻഡിൻ്റെ വൈറസ് കയറിയിട്ട് ന്യൂസിലൻഡ് വേറെ ഒരു ദൈവമായിട്ട് മാറരുത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഓർക്കും, ഞാൻ ന്യൂസിലൻഡിനെ വിശ്വാസിച്ചില്ല, കർത്താവ് ഇപ്പോൾ അച്ഛൻ്റെ കൂടെ സംസാരിക്കുകയായിരിക്കും, എൻ്റെ കാര്യമായിരിക്കും പറയണം. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞിരിക്കണേ ഇത്രയേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിന്മേ കടിച്ചു തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ മർക്കട മുഷ്ടി എന്ന് പറയും, പിടിവിടാതിരിക്കും. അപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്, മാറ്റി ചിന്തിക്കണമെന്ന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടിക്കുണ്ടാകും. ഉടമ്പടി നമുക്ക് ഭയങ്കര നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അഗ്നി നക്ഷത്രം പോലെ കാലവർഷം വരുന്നതിന് മുമ്പ് അഗ്നിനക്ഷത്രം ഉദിക്കുമെന്ന് പറഞ്ഞില്ലേ 10 ദിവസം മുമ്പ്. അതുപോലെ അഗ്നിനക്ഷത്രം മോർണിംഗ് സ്റ്റാറായിട്ട് ഉദിച്ചത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അമ്മ എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു. എന്താണ്? പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു ഉടമ്പടി, അതിന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് തന്നെ എന്താണ്? ഉടമ്പടി ജീവിതമാണ്. അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ വരാൻ പോകുന്ന ദുരന്തത്തെ കവറിങ് ഉണ്ട് അതിൻ്റെ അകത്ത്. മനസ്സിലായില്ലേ? അതിനാണ് ഉപ്പ്, തേന്, കശുരൂപം, എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിരിക്കണേ. വരാൻ പോകുന്ന ദുരന്തം 2004 ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയണത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അത് പഴുത് ദുരന്തമാകാം, ജീവിത ദുരന്തമാകാം. അപ്പം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴേ ദുരന്തത്തിന് എന്ത് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുരന്തത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഉടമ്പടിയും ഉടമ്പടി ജീവിതവുമാണ്. അപ്പോൾ ഉടമ്പടി ജീവിതം നമുക്ക് എന്താ തരണത്? വരാൻ പോകുന്ന ദുരന്തങ്ങളെ നിന്ന് സംരക്ഷണം നൽകും. ഈ ഔസേപ്പച്ചൻ പുതുമനയുടെ ഒരു സാക്ഷ്യം എങ്ങനെയാണെന്നറിയാമോ? ഇദ്ദേഹം ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കുളു മണാളിലൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ചിലരൊക്കെ കുറേ കഷ്ടപ്പാടൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും ഒന്ന് ഫ്രഷ് ആകാൻ പോകണമെന്ന് തോന്നും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് അങ്ങനെ പോകുന്നുണ്ട്, പല സ്ഥലങ്ങളിലൊക്കെ ഫ്രഷ് ആകാൻ പോകും. ഞാൻ വനത്തിലേക്കേ പോകത്തുള്ളൂ. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വനത്തിൽ പോകും. അവിടെ എവിടെയെങ്കിലും പോയി താമസിച്ച് അടിച്ചു പൊളിക്കാൻ പോകണമല്ല, അത് ശാന്തമായ പ്രകൃതിയിൽ വളരെ ചിലവ് കുറഞ്ഞ സ്ഥലത്ത് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചൊക്കെ ചിലവഴിച്ച് ഫ്രഷ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല, ഇവരെല്ലാം കൂട്ടിക്കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഫ്രഷാകാൻ വന്ന് ഫ്രഷായിട്ട് വരും, പ്രാർത്ഥിച്ച് ജപമാല അവിടെ കുർബാനയൊക്കെ ചൊല്ലി അങ്ങനെ പോരും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഔസേപ്പച്ചൻ പുതുമനയുടെ സാക്ഷ്യത്തിൽ പറയണത്, ഞാൻ കാശ്മീർ പോകാൻ വേണ്ടി 20,000 രൂപ മുടക്കി ഒരു അഡ്വാൻസ് കൊടുത്ത് വിനോദസഞ്ചാര ഏജൻസിക്ക് 20,000 രൂപ മുടക്കി ഒരു അഡ്വാൻസ് കൊടുത്ത്. അപ്പോൾ അഡ്വാൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി ബ്രെഡ് കേട്ട് അഡ്വാൻസ് കൊടുത്തവിടെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡ് കേട്ടെ. ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നുണ്ട്, ബാലാവിൻ്റെ കഴുതയെക്കുറിച്ച് പറയുന്നുണ്ട്. നീ പോകുന്ന വഴികളിൽ നിനക്ക് ദുരന്തം ഉണ്ടാകുകയാണെങ്കിലേ അത് നിനക്കറിയാൻ പറ്റത്തില്ല, പക്ഷെ ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം
കഴുതയെപ്പോലും നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി നിലനിർത്തും. ഇപ്പോൾ ബാലാക്ക് എന്ന് പറയുന്ന ദുർപ്രവാചകൻ ബാലാവിനെ ബാലാം പ്രവാചകനാണ്. പ്രവാചകൻ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് ശപിക്കാൻ വേണ്ടി. അത് ദൈവത്തിൻ്റെ സ്വന്തം ജനതയായത് കാരണം ആ ശാപം, ആ പോകുന്ന പോക്ക് ദൈവഹിത പ്രകാരമല്ലാത്ത കാരണം അത് ബാലാവിന് തന്നെ ആപത്തുണ്ടാകുന്ന കാരണം ദൈവം ഈ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഈ ബാലാവിന് മുമ്പ് ഒരു ദൂതനെ വിട്ടിട്ട് ദൂതൻ വാളുമായിട്ട് നിൽക്കണത് ഈ ബാലാം കാണത്തില്ല, കഴുത കാണും. കഴുത മാറി മാറി വരുമ്പോൾ ബാലാവിൻ്റെ അതിൻ്റെ പുറത്തിരിക്കുന്ന ബാലാവിൻ്റെ കാല് ഭിത്തിയിൽ ഉരഞ്ഞു പോകുമ്പോൾ അരിശം പറഞ്ഞിട്ട് ഇപ്പം ഈ ബാലാം ഈ ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്ന ദൂതനെ കാണുന്നില്ല, വഴി തടഞ്ഞ് നിൽക്കുന്ന ആളെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇയാളുടെ കഴുത തെമ്മടിത്തരം കാണിച്ച് കാരണം അയാളുടെ കാല് പോയി. അപ്പോൾ അയാളെ കഴുതയെ തല്ലും. അപ്പോൾ ഇതിൻ്റെ കഴുത സംസാരിക്കാൻ തുടങ്ങും. അതാണ് എൻ്റെ അപ്പോൾ ഈ പ്രവാചക വിഷയങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രസംഗവും കേൾക്കാം, സന്ദേശവും കേൾക്കാം. ഒരു പ്രസംഗമായിരിക്കും നിങ്ങൾ കേൾക്കണം, അതൊരു പ്രസംഗമല്ലേ എന്ന് പറയും. പക്ഷെ ദൈവ പൈതലാണെങ്കിൽ പറയും അത് പ്രസംഗമല്ല, സന്ദേശമാണെന്ന് പറയും. അതാണ് വിഷയം. അതാണ് സന്ദേശവും പ്രസംഗവും തമ്മിൽ. പ്രസംഗം കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറയണത് ആ വിഷയത്തിൻ്റെ. സന്ദേശം ദൈവം നമ്മോട് അതിലൂടെ നേരിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഔസേപ്പച്ചമ്പുവിനേക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇത് നിന്നോട് സംസാരിച്ചാണെന്ന്. ദൈവത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്കിങ്ങനെ ജനറൽ മെസ്സേജ് കൊടുത്തിട്ട് പർട്ടിക്കുലറായിട്ട് നമുക്ക് പ്രത്യേക മെസ്സേജ് തരും. ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമാണ്, രസമാണ്. ദൈവമായിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇടിവെട്ട് ജീവിതമല്ലേ. അതായത് ജനറൽ മെസ്സേജ് കൊടുത്തിട്ട് അത് നിന്നെക്കാണെങ്കിൽ പറഞ്ഞിരിക്കണമെങ്കിൽ അത് നിനക്ക് അതിൻ്റെ ഇൻറ്റിമേഷൻ വരും. ഇപ്പോൾ ഇൻറ്റിമേഷൻ ഔസേപ്പിതാത്തിനോട് പറഞ്ഞ് ഇത് നിനക്കുള്ള മെസ്സേജാണ്, നിൻ്റെ ഈ കാശ്മീർ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള മെസ്സേജാണെന്ന് പറഞ്ഞു. ഉടനെ അത് വിശ്വസിച്ചു അദ്ദേഹം. അതാ ചിലർ വിശ്വസിക്കത്തില്ല. ചിലർ അതെനിക്ക് തോന്നിയാണെന്നൊക്കെ പറയും. ജഡിക മനുഷ്യന് അങ്ങനെയുള്ള കുഴപ്പമുണ്ട്. ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും രണ്ട് സാരമില്ലേ. ഇപ്പോൾ ജഡിക മനുഷ്യനെ പറയും അതെനിക്ക് തോന്നിയതാണെന്ന് പറയും. നമ്മൾ ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ആത്മീയ മനുഷ്യൻ ആത്മാവിനാലും നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ പ്രചോദനങ്ങളെ ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യും. ജഡിക മനുഷ്യൻ തട്ടിക്കളയും. അതെനിക്ക് തോന്നിയതായിരിക്കും, അങ്ങനെ ഇതെല്ലാം കാര്യങ്ങൾ തോന്നണം. പക്ഷേ ഇദ്ദേഹം ഉടനെ അത് കട്ട് ചെയ്ത് കളയും. ഏതാണ് കാശ്മീർ ട്രിപ്പ് കട്ട് ചെയ്യും. അപ്പോഴുടനെ ഏജൻസി പറയും അച്ഛായ 20,000 രൂപ വെറുതെ പോകും. പോട്ടെ കർത്താവ്, ഞാൻ അങ്ങോട്ട് പോകാൻ കർത്താവ് ആഗ്രഹിക്കണില്ലെന്ന് പറയും. അപ്പോൾ 20,000 രൂപ കളഞ്ഞുകൊണ്ട് പുള്ളി അത് കട്ട് ചെയ്യും. പക്ഷേ എന്താ സംഭവിച്ചു? ആ ട്രിപ്പ് കാശ്മീരിൽ ചെല്ലുമ്പോൾ അവിടെ വെള്ളപ്പൊക്കമാണ്, കുറേ പേര് മരിച്ചു. അതാണ് വിഷയം. അപ്പം ആ ട്രിപ്പിൽ പോകേണ്ടതാണ്. കർത്താവുമായിട്ട് ബന്ധമുള്ള കാരണം ട്രിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ ചില സമയത്ത് ഇതിനു വേണ്ടി മെയ്ഡപ്പ് ചെയ്ത് ദൈവമായിട്ട് നല്ല ബന്ധമില്ലെങ്കിൽ നമുക്കിത് മനസ്സിലാക്കത്തില്ല. നമ്മൾ പോയി ദുരന്തം വലിച്ചു മേടിക്കും. ഇപ്പോൾ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടാണ് മാതാവ് ഉടമ്പടി തന്നിരിക്കണം. അപ്പോൾ ഉടമ്പടി പാക്കേജിൽ സംരക്ഷണ പാക്കേജ് ഉണ്ട്, അതെപ്പോഴും നമ്മൾ അറിയണം. ഉടമ്പടി ഉഴപ്പിയ ആ ദുരന്തത്തിൻ്റെ സംരക്ഷണം പോവും, ചെന്ന് പടിമേടിക്കും. ഉടമ്പടി ഉഴപ്പുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. നമ്മൾ ഉടമ്പടി ഉഴപ്പും എങ്ങനെയെങ്കിലും തൽക്കാലം അത് ഞാൻ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തതാണ്, അത് നടന്നില്ലെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ ഉടമ്പടി ഉഴപ്പും. ഉടമ്പടി ഉഴപ്പുമ്പോൾ എന്താ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്ന സംരക്ഷണമുണ്ട്. അത് നിൻ്റെ പിന്നിലും പുറകിലുമൊക്കെ വരികയല്ലേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന. യെശയ്യാ 52:12. യെശയ്യാ 52:12. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും, കർത്താവ് നിന്റെ മുമ്പിൽ നടക്കും, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും, നിങ്ങളുടെ പിൻകാവൽക്കാരൻ. നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അപ്പോൾ രണ്ട് സംരക്ഷണം, ഡബിൾ എഡ്ജ് സംരക്ഷണമാണ്.
മുമ്പിലും നമുക്ക് പുറകിൽ കണ്ണിലല്ല, അതുകൊണ്ട് പുറകിലും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാവും. പിന്നെ എന്താണ്? മുമ്പിലും സംരക്ഷണം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഈ നമുക്ക് നഷ്ടപ്പെടുന്നത്, വേറെ ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ സംരക്ഷണമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ദൈവത്തെക്കാൾ ഉപരി മറ്റു വ്യക്തികൾക്ക്, വസ്തുക്കൾക്ക്, വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംരക്ഷണം നഷ്ടപ്പെടുത്തുവാൻ എന്നെ അനുവദിക്കരുത്, എന്നെ അനുവദിക്കരുത്. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംരക്ഷണം മാത്രമല്ല, അത് ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നത്, നമ്മുടെ സാക്ഷി അപ്പുണ്ട് നോക്കിക്കണേ. സാക്ഷി പറയുന്നത്, അദ്ദേഹം വാങ്ങിച്ച പുതിയൊരു സ്ഥലത്ത് വലിയ ഉയരമുള്ള ഒരു അകലെ, ആ സ്ഥലത്തിന് നടുവാണ് ഒരു പഴയ വയസ്സൻ ആഞ്ഞിൽ നിൽക്കുക. അപ്പോൾ ഇത് കാറ്റത്ത് എങ്ങനെ ചുവട് പറഞ്ഞ് വീഴുകയാണെങ്കിൽ ഇങ്ങയുടെ വീട് കുറച്ച് 10-20 മീറ്റർ അകലെയാണെങ്കിലും ഇത് ചാഞ്ഞ് നിൽക്കുന്ന സംഭവമാണ്. ഇത് വീണ് കഴിഞ്ഞാൽ ഇയാളുടെ പെരയെ വന്ന് വീഴും. പക്ഷെ ആ മനുഷ്യനോട് വെട്ടാൻ പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നടുക്ക് നിൽക്കണ ആഞ്ഞിലിയാണ്, ഇതുമായിട്ട് ബന്ധമില്ല. ശരിക്കും വെട്ടാൻ പറയാൻ പറ്റത്തില്ല. എന്നാലും പുള്ളിക്കാരൻ പേടിച്ച് കിട്ടി വെട്ടാൻ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ്, അത് നിങ്ങളുടെ തലയെ വന്ന് വീണിട്ടില്ലല്ല, വീണ മുമ്പ് ഇങ്ങനെ ഗസ് ചെയ്തിട്ട് ഇത് വീഴുമെന്നും പറഞ്ഞുകൊണ്ട് ഗസ് ചെയ്തിട്ട് എൻ്റെ പുരയിടത്തിലെ വസ്തു എങ്ങനെയാണ് ഞാൻ കളയണത്, അതിന് റൈറ്റ് നിങ്ങൾക്കില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല, ബ്ലോക്കാവും. ഇപ്പോൾ ഈ ജീവിതത്തിൽ ജീവിതം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കാണുന്നത് ജീവിതത്തിൻ്റെ സ്വാഭാവിക യഥാ വിഷയങ്ങളല്ലേ, അതിനെ എങ്ങനെയാണ് വചനവുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. എല്ലാം ഉടമ്പടിയുടെ പരിധിയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ റഡാറിൽ വരുന്നതാണ് ജീവിതത്തിൻ്റെ ഓരോ സൂക്ഷ്മമായിട്ടുള്ള അംശങ്ങളും. ഒരെണ്ണത്തിന് കർത്താവ്, മറ്റൊന്നിന് RDO ആണെന്ന് പറയരുത്. അത് ഇപ്പോൾ പാർട്ടിക്കാരോട് ഇന്ന് പറഞ്ഞു, ചേട്ടാ ഈ ആഞ്ഞിൽ വെട്ടണമെന്ന് പറഞ്ഞാൽ അവരോട് പറയും അത് RDOക്ക് പെറ്റീഷൻ കൊടുക്കണം, അതിന് വില്ലേജ് ഓഫീസിൽ പോയി വേണമെന്ന് പറയും. അതാണ് ലോകത്തിലെ നിയമം, അതാണ് നിയമം. അപ്പം അങ്ങനെ RDO വന്നാലും വെട്ടാൻ പറ്റത്തില്ല. കാര്യം ഇത് പറമ്പിൽ നിൽക്കുകയാണ്, അവരുടെ പറമ്പിൽ നടുക്കെങ്ങനെ നിൽക്കുന്ന സംഭവമാണ്. വല്ല അരികെ വല്ലതും ആണെങ്കിൽ നമുക്ക് പറയാം, ഗസ് ചെയ്യാം, ഇത് വീഴുമെങ്കിൽ ഇങ്ങോട്ട് വീഴും. അപ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത്, പക്ഷേ ഇത് ഉറഞ്ഞു നിൽക്കണ കാരണം അദ്ദേഹം പറഞ്ഞ് കമ്പി ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ കമ്പി ഇട്ട് കൊടുത്ത്, കമ്പി ഇട്ട് വലിച്ച് കെട്ടി. പക്ഷേ കാറ്റ് വന്നപ്പോൾ കമ്പി പൊട്ടിപ്പോയി. അപ്പോൾ കുറച്ചുകൂടി ചാഞ്ഞ സാധനം. അപ്പോൾ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ വെക്കാൻ പോണത് ഇതാണ്, ഒരു കാര്യം ഈ പ്രാവശ്യത്തെ ഉടമ്പടി പുതുക്കാൻ പോകുമ്പോൾ ഞാൻ ആഞ്ഞിലിയുടെ കാര്യമാണ് വെക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. പുള്ളി വെച്ചില്ല. വെച്ചാൽ എഴുതാൻ പോകുകയായിരുന്നു. എഴുതാൻ പോകുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ ഈ പറമ്പുകാരൻ പുള്ളി വിളിക്കും, ആവശ്യപ്പെട്ട ഞാൻ ഈ സാധനം വെട്ടി കേട്ടോ എന്ന് പറയും. അത്രയും സ്പീഡാണിത്. ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം. ഉടമ്പടി ഇത്രയുമാണ് സ്പീഡായിട്ട് നിൽക്കണമെന്ന് ഓർത്തേക്കണം. ഇതെല്ലാം മാതാവ് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുന്ന ക്രമീകരണങ്ങളാണ്. ഒരു വഴക്കൊഴിവാക്കി, ഒരു ദൈവം ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ സൈഡ് എഫക്ട്സ് കുറവായിരിക്കും. ഇപ്പോൾ ആൾക്കാർ ഇംഗ്ലീഷ് മരുന്ന് അധികം കഴിക്കുന്നതിന് ചിലർ കഴിപ്പിക്കാത്തത്. ഡോക്ടർമാരാണെങ്കിൽ നഴ്സുമാരും ഒരിക്കലും, ഇപ്പോൾ പണ്ട് ഇവിടെ ഒരു നേഴ്സ് 2 കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമായിരുന്നു.
അവർ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ രോഗവും ക്ഷീണമൊക്കെ എന്നോട് പറയും. അവരൊക്കെ കോയിലെ നേഴ്സാണ്. എപ്പോഴും പറയും ഞാനിവന് ഈ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണു, അതിന് എത്ര കൊടുത്ത് ഈ കൊച്ചിൻ്റെ അവസ്ഥ ഇങ്ങനെ. അപ്പം ഞാനോടത്ത് ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ എൻ്റെ വലിയ പിശാചാന സാധനമാണെന്നാണ്. അവർക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് നല്ലവണ്ണം അറിയാം. അത് കാരണം ഒരു ഗുളിക കൊടുക്കാൻ പോലും അവർ തയ്യാറല്ല. പക്ഷേ കൊച്ചിനാണ് ക്ഷീണം മാറണമില്ല. കാര്യം എന്താ? ഈ ഗുളികയുടെ സൈഡ് എഫക്ട്സൊക്കെ നേഴ്സിന് കൃത്യമായിട്ട് അറിയാം. അത് കൊടുക്കാനൊക്കെ മനസ്സില്ല, പക്ഷേ കൊച്ച് നന്നാകണമില്ല. ഒരു 10-20 വർഷം മുമ്പുള്ളതാണ്. ഇന്നാളെ ആ കൊച്ച് വന്നായിരുന്നു ഇവിടെ, മിട്ടിക്കനായിട്ട് ഒരു ജോലിയൊക്കെ കിട്ടി അവൻ വന്നായിരുന്നു ഇവിടെ. പണ്ട് അമ്മയുടെ അരയിരുന്ന് വന്ന കക്ഷിയാണ്. അപ്പോൾ എന്നാലും അതുപോലെ തന്നെയാണ് ഈ സൈഡ് ഇഫക്ട്സ്. ദൈവം ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല. മറ്റുള്ളവരുടെ ഉടക്കുകയോ വൈരാഗ്യങ്ങളുണ്ടാകുകയോ. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു വിഷയം, പകുതി ദൈവവും നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? പകുതി ദൈവവും പകുതി ഭൗതിക മെഷീനറിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അല്ലാതെ ദൈവരാജ്യത്തിൽ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ദൈവരാജ്യത്തിൽ തന്നെ. ഇപ്പോൾ ദൈവരാജ്യത്തിൽ തന്നെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മളെല്ലാത്തിനേക്കാളും, അതായത് ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കാര്യം ഉടമ്പടിയിൽ ആദ്യം പറഞ്ഞത് എന്താണ്? അവൻ പറഞ്ഞ പോലെ ചെയ്യുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യ പൈതലെന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും തന്നെ ദൈവരാജ്യം ഉപയോഗിക്കും. ഈ പുതുമനയുടെ സാക്ഷ്യത്തിൽ വേറെ ഒരു സാക്ഷ്യമുണ്ട്. വേറെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് മഹദിന് കുർബാന സ്വീകരിക്കാൻ പറ്റണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആരും സാമ്പത്തികമായി ചതിച്ചു. സാമ്പത്തികമായി ചതിച്ച കാരണം അയാളോട് കടുത്ത വൈരാഗ്യം. ഇപ്പം കടുത്ത ബുദ്ധിയും ബോധം ഉള്ളവൻ, ദൈവത്തിന് അറിയാവുന്നവൻ കടുത്ത വൈരാഗ്യം ഉണ്ടെങ്കിൽ അവൻ കുർബാന സ്വീകരിക്കുന്നില്ല. അലവലാദികൾ എവിടുന്ന് എന്തെല്ലാം വൈരാഗ്യം ഉണ്ടെങ്കിലും കുർബാന സ്വീകരിക്കും. അവിടെ നാശകോടാലി അവർ തന്നെ പാനം ചെയ്യും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. അയോഗ്യതയുടെ കുർബാന സ്വീകരിക്കുന്നവൻ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ആരാധന ആരാധന. യേശുവേ ആരാധന. 1 കൊരിന്തോസ് 11:29. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം കുർബാന സ്വീകരിക്കുമ്പോൾ. അതുകൊണ്ട് ഇവിടെ മനസ്താപണമൊക്കെ ചെല്ലിച്ച് കുറേ നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് കുർബാന കൊടുക്കുന്നത് കൃപാസനത്തിൽ. പക്ഷേ എന്നാലും ചിലർ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും അവനെ പാപാവസ്ഥയിലും കുർബാന സ്വീകരിക്കും. അപ്പോൾ ഒരു ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ദൈവമായിട്ടൊരു 7 പോയിൻ്റ് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് അയോഗ്യത കുർബാന സ്വീകരിച്ച് ഇവിടുന്ന് പോകുമ്പോൾ അത് 3 പോയിൻ്റായിട്ട് റെഡ്യൂസ് ചെയ്യും. നിങ്ങളുടെ സ്പിരിച്വൽ പോയിൻ്റ് കുറയും. നമ്മൾ സിവിൽ പോയിൻ്റ് കുറഞ്ഞുമ്പോൾ ലോകം കിട്ടത്തില്ലല്ല. അതുപോലെ ദൈവാനുഗ്രഹം കിട്ടത്തില്ല. നിങ്ങളുടെ സ്പിരിച്വൽ പോയിൻ്റ് കുറഞ്ഞാൽ ദൈവാനുഗ്രഹം കിട്ടത്തില്ല. കാര്യം വൈരാഗ്യത്തിൽ നിങ്ങൾ കുർബാന സ്വീകരിച്ചു, പകയിലും വിദ്വേഷത്തിലും കുർബാന സ്വീകരിച്ചു. വീട്ടിൽ മിണ്ടത്തില്ല ഭർത്താവിനോടും അല്ലെങ്കിൽ ഭാര്യയോടും, പക്ഷേ കുർബാന സ്വീകരിക്കും. അതാണ് വിഷയം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അയോഗ്യതയുടെ കുർബാന സ്വീകരിക്കുന്നത് നിസ്സാര കാര്യമായിട്ടല്ല. കാര്യം കൃപ എന്താണ് കർത്താവിൻ്റെ ശരീരമെന്ന് വിവേചിക്കാതെയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് അവർ വന്ന് കുർബാന സ്വീകരിച്ച് നാട്ടുകാരെ കാണിക്കും. അപ്പോൾ നാട്ടുകാരെ കാണിക്കുമ്പോൾ ഞാൻ ഭക്തനാണ്, വിശ്വാസിയാണെന്നതും ഇവർ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ എന്തോ ഓരോ അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട്. കുർബാനയൊക്കെ പങ്കെടുക്കുമ്പോൾ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ കുർബാന പങ്കെടുക്കാത്തതിന് തുല്യമാണെന്നൊക്കെ പറയും. പക്ഷേ അത് അച്ഛന്മാർ പറഞ്ഞിരിക്കണത് എന്താ കാര്യം? കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധിയോടെ തന്നെ പങ്കെടുക്കാൻ വേണ്ടി അങ്ങനെ പറയണത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധിയോടെ യോഗ്യതയോടുകൂടി നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അറിഞ്ഞ് ആരാധിച്ച് സ്നേഹിക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ
ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇത് എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇതുപോലൊരു വ്യക്തിയോട് അയാളെ പറ്റിച്ചാണ് കാശും പോയി ഇങ്ങനെയുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. കാര്യം ഓരോരുത്തരും അത് അനുഭവിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അച്ഛൻ പറയണത് റോങ് ആണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സമയത്ത് തോന്നും. ഞാൻ പറഞ്ഞ റോങ് തന്നെയാണ്. ജഡിക മനുഷ്യന് റോങ്ങായിട്ട് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റിച്ചു, വഞ്ചിച്ചു. നാം വിശ്വസിച്ചിരുന്ന ആളാണ്. നഖവും മാംസം വിശ്വസിച്ചിരുന്ന ആളെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വഞ്ചിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈരാഗ്യം, വിദ്വേഷം തോന്നും. പക്ഷേ ആ വിദ്വേഷം വെച്ചുകൊണ്ട് കുർബാന സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട്, അതിനേക്കാൾ വലുതാണ് ക്രിസ്തു എന്നുള്ളത് കൊണ്ട് നമ്മുടെ മുമ്പിലൊന്നുമില്ല. ഏകപക്ഷികമായി ക്ഷമിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്ത് പറ്റും? കാശും പോയി നമ്മൾ തോക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഈ നമ്മൾ വഞ്ചിക്കുകയും ചെയ്യുന്ന ആളിനോട് നമ്മൾ ക്ഷമിച്ചാൽ എന്തു ചെയ്യും? നമ്മുടെ കാശും പോകും, നമ്മൾ ഈ മനുഷ്യനോട് തോക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ മനുഷ്യത്വം അത് അനുവദിക്കത്തില്ല. മനസ്സിലായ? അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സ് വിചാരിക്കും ദൈവം അവനായിട്ടൊരു പണി കൊടുക്കുമെന്ന് വിചാരിക്കും. അപ്പം ക്രിസ്ത്യാനിക്ക് അങ്ങനെ പോലും പറയാനുള്ള ചാൻസ് ഇല്ല. അതാണ് ഒരു പ്രശ്നം. ഞാൻ ക്ഷമിച്ചു, പക്ഷേ നിനക്ക് പണി വരുന്നുണ്ട് അവർ അച്ഛന്ന് പറയത്തില്ലേ? അങ്ങനെ പോലും പറയാൻ ചാൻസ് ഇല്ല. കാര്യം അതുകൊണ്ടാണ് ആ ചാൻസ് കൂടി കുരിശ് വെച്ച് റെക്ട് ഓഫ് ചെയ്തായിരുന്നു. അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ടായിരുന്നു നമുക്ക്. ഞാൻ ക്ഷമിച്ചു, എന്നാൽ ദൈവം നിന്നോട് ചോദിക്കും. അങ്ങനെ പൗലോസപ്പോസ്തലൻ പോലെ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് കുറേ പണി വെച്ചിട്ടുണ്ട്, ദൈവനെ കൈകാര്യം ചെയ്യാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 4:14. 2 തിമോത്തി 4:14. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു. കർത്താവ് അവന്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകും. സത്യം പറഞ്ഞാൽ അങ്ങനെ പോലും പറയാൻ വകുപ്പില്ല. കർത്താവ് ഞാൻ ക്ഷമിച്ചു, കർത്താവ് അവനെ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറയാൻ പോലും വകുപ്പില്ല. എന്താ പറയണത്? കർത്താവ് കൂടി അവനോട് ക്ഷമിക്കട്ടെ എന്നാണ് പറയേണ്ടത്. കർത്താവ് കൂടി അവനോട് ക്ഷമിക്കട്ടെ. എന്താ കാര്യം? ഇവിടെ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ലോങ്കിനോസ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, ആ ഒറ്റക്കണ്ണൻ. അപ്പോൾ ചത്ത് കിടന്നിട്ടും കർത്താവിൻ്റെ ചങ്കയിൽ കുത്തിയവൻ അവന് ഒറ്റക്കണ്ണേ ഉള്ളു. ആ ഒരു കണ്ണ് വെച്ചോണ്ട് അവൻ കർത്താവിൻ്റെ ചങ്കയെ കുത്തി. അപ്പോൾ എന്ത് പറ്റി? അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയെന്ന്. രക്തവും വെള്ളവും ഒഴുകി. പാരമ്പര്യം പറഞ്ഞത് എന്താണ്? കർത്താവ് അവനെ സുഖപ്പെടുത്തി എന്നാണ് പറയണത്. ആ സുഖപ്പെടുത്തിയതാണ്. ആ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവെന്നും ഈ പൗലോസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. റോമ 12:14. അതും പൗലോസപ്പോസ്തലൻ എഴുതിയ ലേഖനമാണെന്ന് ഓർക്കണം. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അതാണ് സംഭവം. പീഡിപ്പിക്കുന്നവരെ അതും പൗലോസ് തന്നെ പറയണതാണ്. 2 കോണ്ടസ്റ്റാണെന്നേ ഉള്ളൂ. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. പക്ഷേ അദ്ദേഹത്തിന് നേരെ ഒരു സംഭവം വന്നപ്പോൾ അവർ പറയും കർത്താവ് വരെ. ഈ മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മുടെ എല്ലിട്ട് കൊണ്ടു കഴിഞ്ഞാൽ
നമ്മൾ അതിന് നമ്മുടെ സ്വകാര്യ തീരുമാനമെടുക്കും. അതാണ് വിഷയം. ഇത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. കാര്യം ഇതുപോലും ഇങ്ങനെ നമ്മൾ സ്വകാര്യമായി വരുന്ന വിഷയങ്ങൾക്ക് പോലും ദൈവതീരുമാനം പറയുന്നതിന് ഔസേപ്പച്ചൻ പുതുമനയ്ക്ക് കർത്താവ് ഒരു വചനം കൊടുത്തു അയാളോട് ക്ഷമിക്കാൻ വേണ്ടി. ആ വചനം ഏതാണെന്നറിയാവോ? മത്തായി 11:12. ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 11:12. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ കാലം മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അപ്പൊ ഏറ്റവും അശക്തമാകുന്നവനാണ് ദൈവരാജ്യത്തിലെ ബലമുള്ള ആള്. നമ്മുടെ പണവും പോയി നമ്മളെ ചതിക്കുകയും ചെയ്ത് അവനോട് ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരായി? വട്ടപൂജ്യമായി. ഇപ്പോൾ നമ്മൾ ഏറ്റവും അശക്തനായി. ഏറ്റവും അശക്തനായാണ് ബൈബിളിൽ എന്താണ്? ഏറ്റവും ബലവാനായത്. അതുകൊണ്ടാണ് ഈ പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 കൊരിന്തോസ് 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഇതാണ് നമുക്ക് നമ്മുടെ സബ്ജക്റ്റ്. എന്താണ്? ദൈവരാജ്യമാണ് സബ്ജക്റ്റ് അല്ലേ? ദൈവരാജ്യം വരുന്ന വരവ് കണ്ടില്ലേ? ഈ പുതുമനയുടെ ലൈഫിലേക്ക് ദൈവരാജ്യം വന്ന വരവ് കണ്ടില്ലേ? എന്താണ്? ഒരു മനുഷ്യൻ സാമ്പത്തികമായി തട്ടിച്ചു, അവനെപ്പോഴും ഗോഗ്വ വിളിച്ച് നടക്കുകയാണ്. എന്നിട്ട് കർത്താവ് അവനോട് പറഞ്ഞു, ഇവനോട് നീ ക്ഷമിക്കണം, നിൻ്റെ കാശും പോവും, പിന്നെ നീ കൊച്ചാകുകയും ചെയ്യും, നീ ബലഹീനനാകും. എന്തിനാണ്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ സ്വയം നമുക്ക് എല്ലാ തരത്തിലും ഒരു നഷ്ടം വന്നിട്ട് എന്താണ് ഇത്? എന്തിനെ പ്രതിയാണ്? അതാണ് പ്രശ്നം. നമ്മളിങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനെ പ്രതിയാണ്? 2 കൊരിന്തോസ് 12:10 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഇപ്പം നമ്മുടെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം എന്താണ്? അവൻ നമുക്ക് കാശ് തന്നതോ അവൻ വന്ന് നമുക്ക് ക്ഷമ നമ്മളോട് പറഞ്ഞു, ചേട്ടാ തെറ്റിപ്പോയി ചേട്ടാ എന്ന് പറഞ്ഞതല്ല പ്രശ്നം. അതൊന്നുമല്ല. നമ്മുടെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം എന്തായിരിക്കണം? ഞാൻ ഇത് ഒന്ന് വചനം വായിച്ച് 2 കൊരിന്തോസ് 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഞെരുക്കവും പീഡയും അത്യാഹിതവും ഒക്കെ ഉണ്ടാകുമ്പോഴും സന്തുഷ്ടി പോകത്തിൻ്റെ കാരണം എന്താണ്? ക്രിസ്തു ഇതെല്ലാം നമുക്കിത് നേരത്തെ ഏറ്റെടുത്തിട്ട് അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി അവൻ്റെ പേരിൽ ഞാനിത് ഏറ്റെടുക്കുക കഴിയുമ്പോഴാണ് എനിക്ക് എൻ്റെ സന്തുഷ്ടിയുടെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള ആത്മബന്ധമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴീ മനുഷ്യൻ കറക്റ്റ് പതുക്കെ വന്ന് ദൈവരാജ്യത്ത് ലാൻഡ് ചെയ്യുകയാണ്. ഇപ്പം ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ജീവിത സംഘർഷങ്ങളിലൂടെ സുവിശേഷവിഹിതമായ സാക്ഷ്യജീവിതം നയിച്ച് കഴിയുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലാകുകയാണ്. അപ്പോൾ ദൈവരാജ്യത്തിലുള്ള ആൾക്കാരുടെ സന്തുഷ്ടി എന്താണ്? വസ്തുവിലല്ല, വിഷയങ്ങളിലല്ല, കിട്ടിയ നേട്ടങ്ങളിലല്ല, വന്ന കോട്ടങ്ങളിലുമല്ല. പിന്നെ എന്താണ് സംഭവം? ക്രിസ്തു എന്ന വ്യക്തിയാണ്. കാരണം ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം എന്ന് പറയണത്. ഈ ക്രിസ്തുവിൻ്റെ വ്യക്തിയുടെ അവൻ പറയണത് പോലെ നമ്മൾ ജീവിക്കുകയല്ലേ ഉടമ്പടിയുടെ ഉദ്ദേശം. അവൻ പറയണ പോലെ, ക്രിസ്തു പറയണ പോലെ നമ്മൾ ജീവിച്ച് വരുമ്പോൾ ഒത്തിരിയേറെ പ്രാവശ്യം ക്രിസ്തു മഹത്വപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക ലക്ഷ്യം. ഈ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തൽ വഴിയാണ് നമ്മൾ കൃപയ്ക്ക് മേൽ കൃപ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നതാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. യോഹന്നാൻ 1:16 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 1:16 അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഇതാണ് ഉടമ്പടി ഉന്നം വെക്കുന്നത്. എന്താണ് ഈ ഗ്രേസ് അപ്പോൺ ഗ്രേസ്? ഗ്രേസ് നമുക്ക് സാധ്യമാണ്. നമ്മുടെ സക്രമെൻ്റൽ ലൈഫിൽ ഗ്രേസ് ഉണ്ട്. കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ സ്ഥാപിച്ച് കാണപ്പെടുന്ന അടയാളങ്ങൾ കൂദാശകളാണ്. നമുക്ക് കുറേ കൂദാശകളുണ്ട്. ജ്ഞാനസ്ഥാനമുണ്ട്, സ്ഥൈര്യലേപനമുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, പിന്നെന്താണ് തിരുപ്പട്ടമുണ്ട്, വിശുദ്ധ വിവാഹമുണ്ട്, രോഗീലേപനമുണ്ട്. ഇതെല്ലാം കൂദാശകളാണ്. അതാത് കാലത്തിൻ്റെ അവസ്ഥകൾക്കും പ്രായത്തിൻ്റെ അവസ്ഥകൾക്കും ദൗത്യത്തിൻ്റെ അഡ്രസ്ഥകൾക്കും ജീവിതത്തിൻ്റെ അവസ്ഥകൾക്കും അനപേക്ഷിതമായി ദൈവത്തിൻ്റെ ശക്തി ആർജിക്കുന്നതിന് വേണ്ടി കത്തോലിക്ക സഭയിലുള്ള പാരമ്പര്യമായ അപ്പോസ്തലികമായ സുവിശേഷ പരിചരണമാണ് കൂദാശകളുടെ സാക്രമെൻ്റൽ ഫോർമേഷൻ. അപ്പം അങ്ങനെ വരുമ്പോൾ പക്ഷേ ഈ സാക്രമെൻ്റൽ ഫോർമേഷൻ ജീവിക്കുമ്പോഴും ഒരു വ്യക്തിക്ക് അതാത് ദിവസങ്ങൾ അന്നന്ന് വേണ്ട ആഹാരം പോലെ പുതിയ ഒരു വ്യക്തി ജീവിച്ച് വരുമ്പോൾ പുതിയ വിഷയങ്ങൾ രൂപപ്പെട്ട് വരും. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഈശോ പറഞ്ഞില്ലേ? ഞെരുക്കങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം ഒരു നല്ല ഒരു കാലാവസ്ഥയിൽ കൃപ രൂപപ്പെട്ട് വരാൻ പാടാണ്. ഞെരുക്കങ്ങളിലൂടെയാണ് അവൻ കടന്നു പോയത്, നമ്മളും കടന്നു പോണതും ഞെരുക്കങ്ങളിലൂടെയാണ്. ഇതിന് ജീവിത ആത്മീയ പെസഹ എന്ന് പറയും. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 16:33 നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. കണ്ടില്ലേ? മുമ്പ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്നിൽ സന്തുഷ്ടി കണ്ടെത്തണം. ഇപ്പം എന്താ പറയണത്? നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണം. എല്ലാത്തിനും ഒരു ആളാ ഉള്ളത്. കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പൊ ഈ ഞെരുക്കങ്ങൾ ഉണ്ടാകണത് എന്തിനാണ്? നമുക്ക് കീഴടക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അത് ഓർത്തേക്കണം. ഞെരുക്കങ്ങൾ ഉണ്ടാകാൻ അനുഭവിക്കാൻ വേണ്ടിയല്ല. ഒരു ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നത് കീഴടക്കിയാണ് കൃപയ്ക്ക് മേൽ കൃപ നമ്മൾ ആർജിച്ച് ബലവാന്മാരാകണത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവരെല്ലാം ബലം പ്രയോഗിക്കുന്നവനെന്ന് പറഞ്ഞില്ലേ? അതാണ് ഈ സംഭവം. ഞെരുക്കങ്ങളെ സുവിശേഷ വിഹിതമായി കീഴടക്കിക്കൊണ്ട് വിശ്വാസം, ദൈവസ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മശ്രദ്ധ. ശ്രുതികട ഹല്ലേലൂയ. ഗലാത്യർ 5:22 എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അപ്പം ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ആർജിക്കുന്നതിന് വേണ്ടി അന്വേഷണമായിട്ടാണ് ഞെരുക്കങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ഞെരുക്കങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഇതിനല്ലെങ്കിൽ ലോകായിക മനുഷ്യൻ അതിനെ വേറെ രീതി പ്രയോജനപ്പെടുത്തും. ആത്മാവിൻ്റെ ഫലങ്ങൾ
അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഫലങ്ങളിലേക്ക് പ്രയോജനപ്പെടുത്തുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഗലാത്യ 5:19. ഗലാത്യ 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ ഞെരുക്കങ്ങൾ എന്നുള്ള സംഭവമാണ്. ഈ ഞെരുക്കങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആത്മീയ മനുഷ്യനാണെങ്കിൽ ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം എന്ന രീതിയിൽ അതിനെ ഈ പുണ്യങ്ങൾ ആർജിക്കാൻ വേണ്ടി അങ്ങനെ കൃപയ്ക്ക് മേൽകൃപയായിട്ട് വളർന്നുകൊണ്ടിരിക്കും. ഞെരുക്കങ്ങളെ ജഡിക മനുഷ്യനാണ് നീ എങ്കിൽ എന്ത് ചെയ്യും? ജഡത്തിൻ്റെ ഫലങ്ങൾ ഞെരുക്കങ്ങളിലൂടെ ഇതുണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? വായിച്ചേ. അവ വ്യഭിചാരം. ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവിക മനുഷ്യ അസ്വസ്ഥമാണെങ്കിൽ, ഇപ്പോൾ ഈ ചില ആൾക്കാരൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോൾ ഇപ്പോൾ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ള ഈ സ്വകാര്യ പാപങ്ങളും അതുപോലെ തന്നെ മറ്റ് രീതികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അതെച്ചാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ അലോസരപ്പെടുത്താതിരിക്കണം. ഞെരുക്കങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പാപങ്ങളിലേക്ക് വീഴാൻ പോകണമെന്ന് നോക്കിയേ. എന്തൊക്കെയാണ് അത്? അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന. അശുദ്ധി എന്ന് പറയണം, ദുർവൃത്തി എന്ന് പറയണമൊക്കെ സ്വകാര്യമായിട്ടുണ്ടാകുന്ന രീതികളാണ്, സ്വകാര്യ രീതികളാണ്. അപ്പം ദുർവൃത്തി ഉണ്ടാവും. പിന്നെ വിഗ്രഹാരാധന, ആഭിചാരം. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി, വൈരാഗ്യം ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഓരോ കൂടുതലൊക്കെ ചെയ്യത്തില്ല, അതിനാണ് ആഭിചാരം. ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, വ്യക്തി മാത്സര്യം. അത് തന്നെ. ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പൊ മയക്കുമരുന്നൊക്കെ അടിപ്പെട്ടു പോകുന്ന ആൾക്കാരില്ലേ. ഇപ്പം ചെറിയ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഞെരുക്കങ്ങളെ വെച്ച് ചില ആൾക്കാർ മയക്കുമരുന്ന് കച്ചവടം തുടങ്ങും. അവർ തന്നെ ചിലപ്പോൾ കഞ്ചാവ് വരച്ച് ഭാര്യ വഴക്കിട്ട് പോയെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് വെള്ളമടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഞെരുക്കങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിധമുണ്ട്. ലോകരാജ്യത്തിലുള്ളവരും നരകരാജ്യത്തിലുള്ളവരും ഇപ്പം നമുക്ക് എന്താണ് അത് തിരിച്ചറിയണം. ഈ ആൾക്കാരെ തിരിച്ചറിയണം ഇങ്ങനെയാണ്. 6:33 മത്തായി. ശ്രുതികടെ ഹല്ലേലൂയ. 6:43. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 12:33. മത്തായി 12:33. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കുന്നത് വെച്ചാൽ തിരിച്ചറിയുന്നത്. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ ഇപ്പം ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, നല്ല മുന്തിരിയിൽ നിന്ന് ഞെരിഞ്ഞിലോ. അട്ടേക്ക് ഇവിടെ പോട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ. ലൂക്ക 6:43-44. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. അതായത് ഒരു വൃക്ഷത്തിൽ കുറച്ച് നല്ല ഫലങ്ങളും കുറച്ച് ചീത്ത ഫലങ്ങളും, അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ്. മനുഷ്യന്മാർ നല്ലൊരു അവർ ഇന്ന് നല്ലതാണെങ്കിൽ നാളെ മോശം. രാവിലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, ചിലരോട് നല്ല കാര്യം ചെയ്യും, ചിലരോട് മോശം കാര്യം ചെയ്യും. ഇങ്ങനെ പോണത്. ഈ സാധനത്തിനെ ദൈവം അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് പറയണത് ഇതൊരു ഡ്യൂപ്ലിസിറ്റിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാൻ പറ്റത്തില്ലെന്നാണ്. നിങ്ങളുടെ വാക്കുകൾ ഒന്നെങ്കിൽ അതേന്ന് പറയണം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. നടുക്കുള്ള ഡ്യൂപ്ലിസിറ്റി ദൈവം അംഗീകരിക്കണില്ല. ഇപ്പോൾ ഒരു ഞെരുക്കം ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ വെള്ളം അടിക്കാനും അതുപോലെ തന്നെ അശുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ ദൈവം അതിനെങ്ങനെ കാണുന്നത്? ചീത്ത വൃക്ഷമായിട്ടാണ് കാണുന്നത്. എന്താ കാര്യം? ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഓപ്ഷൻ എന്താണ്?
നല്ല ഫലമായിരിക്കും, നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായിരിക്കാനേ പറ്റത്തുള്ളൂ. ഉടമ്പടി നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷത്തിലേക്കുള്ള യാത്രയാണ്, വൃക്ഷമായി പരിണമിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. അത് ഓർത്തേക്കണം. ഉടമ്പടി ഏറ്റവും അവസാനം വസ്തുവിക്കാനും അതല്ലേ ഉദ്ദേശിക്കുന്നത്. നല്ല ദൈവരാജ്യത്തിന് അനപേക്ഷിതമായിട്ട് ഞെരുക്കങ്ങളുടെ കാലത്ത് പ്രത്യേകിച്ച് നല്ല ഫലങ്ങൾ, നല്ല വൃക്ഷങ്ങൾ നല്ല ഫലത്തെ കായ്ക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അതിന് ബലപ്രയോഗം വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ബലപ്രയോഗം വേണ്ടി വരും. ബലം പ്രയോഗിക്കുന്നവന് മാത്രമേ നല്ല ഫലങ്ങളെ പ്രയോഗിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. എന്താ കാര്യം? കാശ് നഷ്ടമാണ് അദ്ദേഹത്തിന്, അതേസമയം തന്നെ തോറ്റു കൊടുക്കേണ്ടി വന്നു. 2 നഷ്ടം വന്നിരിക്കുന്നത്. പക്ഷേ ദൈവദൃശ്യന് അദ്ദേഹം എന്താ സംഭവിക്കുന്നത്? അവൻ ദൈവരാജ്യ പൈതലായിട്ട് വീണ്ടും ജനിക്കുകയാണ്. ദൈവരാജ്യ പൈതലായിട്ട് വീണ്ടും, അത് ഈശോ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 3:3 യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാതെ ഏതെങ്കിലും വെള്ളത്തിൽ പോയിക്കൊണ്ട് മുക്കിപ്പിടിച്ച് പൊക്കിയെടുക്കണ്ടേ. ചില ആൾക്കാർ നല്ല കത്തോലിക്കലായിരിക്കുമേ, തെറ്റായ പ്രബോധനം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ കൊണ്ടുവന്ന് ചില വെള്ളത്തിൽ പിടിച്ച് മുക്കിയെടുത്തും പറയും നീ വീണ്ടും ജനിക്കണം എന്ന് പറയും. അതല്ല വീണ്ടും ജനിക്കുക, അത് പറ്റിക്കലാണ് ശരിക്കും പറഞ്ഞാൽ. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൽ ജനനമാണത്. അത് പ്രവർത്തനത്തിൽ വ്യക്തമാകണം. നല്ല ഫലം, നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുമ്പോഴാണ്. അത് രാവിലെയും നല്ല ഫലമായിരിക്കണം, വൈകുന്നേരം നല്ല ഫലമായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി, ജീവന്റെ വൃക്ഷങ്ങളായി ഞങ്ങളെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ഞെരുക്കങ്ങളുടെ കാലത്ത് സുവിശേഷത്തോടെ ചേർന്ന് ജീവിക്കുവാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നതിനായി അമ്മേ പരിശുദ്ധ അമ്മേ ഉടമ്പടി ജീവിതം ധന്യമാക്കുവാൻ മാധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എപ്പോഴും നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ അഭിഷേകം നൽകണമേ. ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ ഞെരുക്കങ്ങളുടെ കാലത്ത് ആത്മാവിൻ്റെ നിറവിൽ നല്ല ഫലങ്ങൾ, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി നമ്മൾ രൂപാന്തരപ്പെട്ടാലേ പെട്ടെന്ന് ഈ ഉടമ്പടിയിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഉടമ്പടി എന്താ പറഞ്ഞത്, ഉടനടി പരിഹാരം എന്നല്ല പറഞ്ഞത്, ഉടമ്പടി പരിഹാരം. അത് ഈ പുതുമനയുടെ സാക്ഷ്യങ്ങൾക്കൊക്കെ മനസ്സിലാകും നമുക്ക്. കാര്യം പുതുമന പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ 3ആയിട്ട് തിരിക്കാമെന്ന് പറയണത്. ഒരു ലൈഫ് 72 വയസ്സുണ്ട് അദ്ദേഹത്തിന്, 72 വയസ്സുണ്ട്. 72 വയസ്സിനെ അദ്ദേഹം 3ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തത് ഒരു സാധാരണ നാട്ടു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിരുന്ന കാലം. ദൈവത്തെ അറിയാം, പക്ഷേ ജീവിതം വേറെ രീതിയിലാണ്. ബാറിൻ്റെ ഉടമയല്ലേ, അപ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കൂടുതൽ ആൾക്കാരെ കുടിപ്പിക്കണം, കുറേ ആൾക്കാരെ കൂടുതൽ കളയണം, കുറേ അമ്മമാരെ വിധവകളാക്കണം. അതൊക്കെയാണ് ബാറിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. കുറേ അമ്മമാരെ വിധവകളാക്കണം,
കുറേ കുഞ്ഞുങ്ങളുടെ ജീവിതം വഴിപിഴച്ചിട്ട് അവർ വഴിപിഴച്ച് പോകണം. അപ്പം അങ്ങനെ ജീവിതത്തിൽ ഒരു കാലഘട്ടം ക്രിസ്ത്യാനിയാണെങ്കിലും കൈയിരിപ്പ് കാരണം ദുഷ്ടൻ്റെ ഫലം ചെയ്യണ പോലെ ഒത്തിരിയേറെ കുടുംബങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അതൊരു ജീവിതമാണ്. പക്ഷേ 35-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ധ്യാനം കൂടുന്നത്. ധ്യാനം കൂടുന്നതോടുകൂടി ഈശോനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കും. സ്വന്തമായിട്ട് സ്വീകരിക്കുമ്പോൾ ഈശോയ്ക്ക് നിരക്കാത്തതെല്ലാം ഇദ്ദേഹം വെറുത്തുപേക്ഷിക്കും. അങ്ങനെയാണ് കാവേരി ബാറൊക്കെ അടച്ചു പൂട്ടണത്. അന്നത്തെ കാലത്ത് കാഞ്ഞങ്ങാടിലെ വലിയൊരു വിഷയമായിരുന്നു ഇത്. ആയിരങ്ങൾ കുടിക്കണ ബാറാണ് ഈ മനുഷ്യനൊരു സുപ്രഭാതത്തെ അടച്ചു കളയും. ആ ബിസിനസ് മൊത്തമായിട്ട് ഉപേക്ഷിക്കും. അപ്പം അനുതാപം ശരിക്കും അങ്ങനെ തലക്ക് പിടിച്ച് ദൈവത്തിനെ ബോധ്യപ്പെടുത്തി എടുക്കുകയാണ്. ഞാൻ അനുതാപത്തിലാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തി. പിന്നത്തെ ഒരു 35 വർഷക്കാലമുണ്ട്. ഉടമ്പടി എടുക്കുന്നവരെയുള്ള 35 വർഷക്കാലമുണ്ട്, 70-ാമത്തെ വയസ്സ് വരെ. അപ്പം അദ്ദേഹം കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിച്ചു, സുവിശേഷ വേലകൾ ചെയ്തു. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോയി സുവിശേഷ വേല ചെയ്ത് സാക്ഷ്യം വരുത്തത്തിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ എല്ലാ ധ്യാനങ്ങളിലും ഒരു ഐറ്റം ഈ പുതുമനയുടെ സാക്ഷ്യം വരുന്നത് അന്നത്തെ കാലത്ത് 90കളിൽ. അത് നിന്ന് ഫലിക്കുകയും ചെയ്യും, അഭിഷേകം നിറയുകയും ചെയ്യുന്ന ഒരു കാലമായിരുന്നു. പക്ഷെ അങ്ങനെ അപ്പോൾ യേശു ഏകരക്ഷകൻ എന്നുള്ള കോൺസെപ്റ്റിലെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുകയാണ്. പക്ഷെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഈ 70-ാമത്തെ വയസ്സ് കാണുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വരണുണ്ട്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് അദ്ദേഹം അവിടെ നിന്ന് വിട്ടു പോരേണ്ടി വന്നു. കാസർഗോഡ് നിന്ന് അവിടെ നിന്നിട്ട് കാര്യമില്ല, വയസ്സായി, കാർഷിക പണിയൊന്നും നടക്കത്തില്ല. ഇനി കൃഷി ചെയ്യിക്കുന്ന പരിപാടിയായിരുന്നു. കർഷകനുമായിരുന്നു, കൃഷി ചെയ്യിക്കുകയും ചെയ്യുമായിരുന്നു. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമുള്ള കോടീശ്വരനായൊരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ എന്നാ പറ്റിയെന്ന പുള്ളിയുടെ വയസ്സായ കുഞ്ഞുങ്ങളൊക്കെ വരെ പഠിച്ച് വേറെ രാജ്യങ്ങളിലൊക്കെ പോയി. ഈ സ്ഥലം അവിടെ കടന്നുപോയി. സ്ഥലം വിൽക്കാൻ മാർഗമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അന്തസ്സിനെ പറ്റിയൊരു വീട് കിട്ടണമില്ല. ഇപ്പം ഭൗതികമായിട്ട് ഈ മനുഷ്യൻ ആത്മീയമായിട്ട് ഒക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത ആവശ്യങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പരുവക്കേടാണ് ശരിക്കും പറഞ്ഞത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ മനുഷ്യൻ്റെ മൂന്നാമത്തെ ജീവിതം തുടങ്ങുന്നത്. എന്താണ്? ഉടമ്പടി ജീവിതം. അതാണ് വിഷയം. അതാ ഞാൻ പറഞ്ഞ വ്യാഖ്യാനമല്ല അത്, അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. എൻ്റെ ജീവിതത്തിന് 3 ഘടകങ്ങളുണ്ട്. ഒന്ന് ക്രിസ്തുവിനെ അറിയാഞ്ഞ കാലം, രണ്ടാമത് ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ച കാലം, മൂന്നാമത്തത് ഉടമ്പടി ജീവിതകാലം എന്ന് പറയുന്നത്. ഉടമ്പടി ജീവിതകാലത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി ഒപ്പുവെച്ചെന്നാണ് പറയണത്. ആ വാക്കൊക്കെ എല്ലാം ഭയങ്കര കറക്റ്റായിട്ടാണ് പറയണത്. ഉടമ്പടി എടുത്തെന്നല്ല പറയണത്, ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയിൽ ഞാൻ ഒപ്പുവെച്ചു. അപ്പം ഈ മനുഷ്യന്മാർ ഉടമ്പടിനെയൊക്കെ കാണുന്നത് ആ ഉടമ്പടി പോലെ തന്നെ കാണുന്നത്. അല്ല, നിങ്ങളിവിടെ കൊണ്ടുവന്ന് ഈ ഔസപിതാവിൻ്റെ അല്ലെങ്കിൽ യൂദാസിൻ്റെയും ഒക്കെ പെട്ടി കൊണ്ടുവന്ന് ഓരോ കാര്യം എഴുതിയിടണ പോലെയുള്ള ലാഘവത്തിലാണ് ആൾക്കാർ കാണുന്നത്. അത്രയും ഇടലകളും വരുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ നേർച്ചപ്പെട്ടി കൊണ്ടുവന്ന് ഇൻഡക്ഷൻ എഴുതിയിടുന്നത്. ഒരു വിവരവും ഇല്ലാത്തവനായിരിക്കുമല്ല ഈ നേർച്ചപ്പെട്ടത് കൊണ്ടുവന്ന് നിയോഗം എഴുതിയിടുന്നത്. ഇപ്പം ഞങ്ങളതെടുത്ത് കത്തിച്ച് കളയും. കാര്യം അവർ നമുക്ക് അഫോർഡ് ചെയ്യേണ്ട കാര്യമില്ല. അവരെന്താണ് ഉടമ്പടി ഇവിടെ വരുമ്പോൾ എന്തോ എഴുതിയിടുമ്പോൾ തന്നെ ദൈവം ഇങ്ങനെ പുട്ടുകുത്തി തന്നെ പോലെ തരുമെന്നാണ് വിചാരിക്കണം. അതൊക്കെ വിഡ്ഢിത്തരം വിചാരിച്ച് വന്നൊരു കാര്യമില്ല. ഇപ്പം ധ്യാനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ സംഗതി ഒറ്റടക്ക് പോകത്തില്ലെന്ന്. കാര്യം മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കിയ ഒരാൾ മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ സംഗതി സ്പീഡാണ്. അപ്പോൾ അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഈശോയിലാണ് ജീവിക്കണത്, അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് ഞാൻ എൻ്റെ ജീവിതം പുനഃസമർപ്പണം ചെയ്യുന്നു എന്ന് പറയും. അപ്പം അമ്മയെ കൂടി അദ്ദേഹം പറയും, എനിക്ക് ഞാൻ എൻ്റെ ക്രിസ്തു ജീവിതത്തിൽ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കത്തില്ലായിരുന്നെന്ന് പറയും. കരിസ്മാറ്റിക്കാർക്ക് പറ്റിയ ഒരു അബദ്ധമാണത്. കേരളത്തിൽ മൊത്തം പറ്റിയിട്ടുണ്ടത്. കാര്യം അവരിത് ഈ നവീകരണ ധ്യാനത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമാക്കിയെടുക്കും. ക്രിസ്തു കേന്ദ്രീകൃതമാകുമ്പോഴും നോക്കണം, ഒരു കാന നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഓർത്തേക്കണം. ക്രിസ്തുവും മാതാവും കൂടിയുള്ള ഒരു കുടുംബജീവിതം നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഓർക്കണം. അങ്ങനെയാണ് ബൈബിൾ തുടങ്ങണത്. മകനെ അവർക്കില്ല എന്ന് പറയാനൊരാളുണ്ട്, അയാളെ അവഗണിച്ചുകൊണ്ട് നിനക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ജീവിച്ചാൽ അതൊരു ജീവിതവുമല്ല.
ഔസേപ്പച്ചൻ്റെ വചനം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും. ഈ മനുഷ്യൻ വന്ന് മാതാവിന് പറയാം, അമ്മേ ഞാൻ വയസ്സായി, എൻ്റെ സ്ഥലം കാസർഗോഡ് 100-200 കിലോമീറ്റർ അകലെ കിടക്കുകയാണ്, അവിടെ പോയി നോക്കാനും തിരക്കാൻ എനിക്ക് ആരുമില്ല, ആ സ്ഥലമൊക്കെ അന്യാധീനപ്പെട്ട് പോകുകയാണ്, ആൾക്കാർ എൻക്രോച്ച് ചെയ്യുകയാണ്, അവിടെ ഇവിടെയൊക്കെ വഴികൾ കെട്ടി അടച്ചോട്ട് അവിടെ സ്വന്തം ഇടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്, എനിക്കത് കിട്ടിയില്ല, എൻ്റെ കടം തീരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യന് ഉടമ്പടി വെച്ചിട്ട് അവിടെ നിന്ന് കൊണ്ട് ഉടമ്പടിയുടെ ഉപ്പ് കൊണ്ടുപോയി ആ സ്ഥലത്ത് എത്രയോ ആ സ്ഥലം ഇപ്പോൾ 35 വർഷം ആയിരിക്കാൻ നോക്കണം, 35 വർഷം വിശ്വപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് കൊണ്ട് അവിടെ ഇടും, പിറ്റേ ആഴ്ച ആ സ്ഥലം വിറ്റുപോകും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയണത്. അപ്പോഴദ്ദേഹത്തെ പറയാം മാതാവ് എന്താണെന്ന് മനസ്സിലായി. ഇത്രയും നാൾ ജീവിച്ചിരുന്ന ഒരു ജീവിതമുണ്ട്, അമ്മ കൂടി ജീവിതത്തിലേക്ക് വന്നപ്പോൾ ജീവിതത്തിൻ്റെ ഭൗതിക നിലവാരങ്ങൾ മാറുന്നുണ്ടല്ലേ, അതാ വിഷയം. അപ്പം അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെ വന്നത് കുറേ പ്രമാണം കാണാനില്ല, പ്രധാനപ്പെട്ട സ്ഥലത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ പ്രമാണം കാണാനില്ല, അത് 10-40 വർഷമായി ആ പ്രമാണം കാണാനില്ല എന്നിട്ട് എവിടെയാണെന്ന് ഒരു പിടിയില്ല. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒറ്റാഴ്ചക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോയ പ്രമാണം തിരിച്ചു കിട്ടും. അതുപോലെ തന്നെയാണ് എറണാകുളത്ത് വീട്, അന്ന് വരെ കാണാതിരുന്ന വീട് 2 കോടി രൂപ ലാഭത്തിന് ഒരു ഇയാൾക്ക് വീട് കൊടുക്കുക, എറണാകുളത്തിൽ 5 നിലയുള്ള വീട്. അപ്പം അദ്ദേഹം ആ പ്രതാപത്തിൽ ജീവിച്ചിരുന്ന ആളാണ്, ആ സ്റ്റാൻഡേർഡ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ ആ പ്രതാപത്തിൽ ജീവിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ കർത്താവിനെ അറിഞ്ഞത് കാരണം ഇതെല്ലാം കൊടുക്കുകയാണ്. ആ കാസർഗോഡും കുറേ സ്ഥലങ്ങൾ കൊടുത്തു, 25 സെൻറ്റ് വെച്ച് 10-40 പേർക്ക് കൊടുത്തു, അദ്ദേഹം കൊടുത്ത് ജീവിക്കുകയാണ് ശരിക്കും. പക്ഷേ എങ്ങനെ നോക്കുമ്പോഴേ ഈ ലൈഫ് ആസ്വദിച്ച് നോക്കുമ്പോൾ 35-70 കൊല്ലം ഇല്ലാതിരുന്ന മാറ്റങ്ങളാണ് ഉടമ്പടിയിൽ ഒറ്റടിക്കൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ നേരത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞു വെച്ചത് കാരണം ഉടമ്പടി അദ്ദേഹത്തിന് എളുപ്പമായി. ഉടമ്പടി ഒരു പോരായ്മ കൂടി മാത്രമേ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉടമ്പടിയിൽ കൂടെ പരിശുദ്ധാമ്മ കൂടി കളത്തിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ വിഷയം മാറി. എന്താണ് ലൈഫ് 35-40 കൊല്ലമായിട്ട് നടക്കാത്ത കാര്യങ്ങൾ സമ്മഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി വിത്തിൻ നോ ടൈം അത് സെറ്റ് ചെയ്യുകയാണ്. അതാണ് ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറയുന്നത്. അപ്പം അത് അനുഭവിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും ഞാൻ പറയും, ഞാൻ 1000 പേർക്കൊക്കെ ഷെയർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം വചനങ്ങൾ ഉടമ്പടി ധ്യാനങ്ങളും ശ്രദ്ധിക്കുകയും സുവിശേഷ പേരെയാണ്. ആന്ധ്രയിലോ ഒറീസയിലൊക്കെ വലിയ സുവിശേഷ സ്ഥലങ്ങളുണ്ട്, അഗതികളുടെ സ്ഥലങ്ങളും മിഷൻ പ്രവർത്തനങ്ങളൊക്കെ. ഓരോരോ കാലത്ത് ഞാൻ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും, കർത്താവിനെ ചെയ്യിക്കും, പുതിയ പ്രവർത്തനങ്ങൾ. ഓരോരുത്തരും ഞാൻ സംസാരിക്കുമ്പോൾ അവർ ഈശോയെക്കുറിച്ചോട് പറയും, പാവപ്പെട്ടവരെ അവർ സഹായിക്കും. അപ്പോൾ അതൊക്കെ എന്തൊരു ലൈഫാണ്, ലൈഫ് ജീവിതം ആകപ്പാടെ മാറുകയും ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറുകയും ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണ ക്രൈസ്തവനാകാൻ ഉടമ്പടി ജീവിത രീതി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ സാക്ഷ്യത്തിന് എന്നെ പരുവപ്പെടുത്തണമേ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, രോഗസൗഖ്യ പ്രാർത്ഥന. എല്ലാവരും എഴുന്നേൽക്കുക. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിലെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട്
പേനയും എഴുത്തുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ കാണുന്നുണ്ട്. ഈ ആഴ്ചയിൽ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാനുള്ളവരും കമ്മ്യൂണിക്കേഷൻ എഴുത്തുകുത്തുകളുള്ളവരും കറസ്പോണ്ടൻസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം. എടുക്കുക വരുത്തരുത്, നാളേക്ക് മാറ്റി വയ്ക്കരുത്. എഴുതാനുള്ളതും സംസാരിക്കാനുള്ളതും മെയിൽ സെൻഡ് ചെയ്യാനുള്ളതും എല്ലാം ഈ ആഴ്ചക്കുള്ളിൽ ചെയ്തു തീർക്കണം. കുടിശ്ശിക ഉണ്ടാകാത്ത രീതിയിൽ കർത്താവിൻ്റെ മേലെല്ലാം അനുഗ്രഹം ഉണ്ടാകും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്ദേശത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥി. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധമായ വലതുകരം ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും വയ്ക്കണമേ. ഇവിടെ തീർത്ഥാടനത്തില് പ്രാർത്ഥിക്കുന്നവരോ ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരോ കർത്താവിന്റെ കൃപ തിരിച്ചറിയട്ടെ. ഈശോ അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശ്രദ്ധ എല്ലാ മക്കളിലേക്ക് അരിച്ചിറങ്ങട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള്, ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. കരള് രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, അൾസസ് രോഗങ്ങള്, അൾസർ രോഗങ്ങള്, ഈശോയുടെ രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള്, വിഷപ്പ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, അസ്ഥി രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി ഒരുമിച്ച് എല്ലാവരും അരികിൽ വരണം. സദയം തുടരേ സുഖമായി. വലിയൊരു വചന പ്രഘോഷണം നമ്മൾ കഴിഞ്ഞിട്ട് കർത്തൃസന്നിധി നമ്മൾ യാചിക്കുകയാണ്. ഈ ആഴ്ചയിൽ ജപ്തി നടപടിയെ അഭിമുഖീകരിക്കുന്നവരുണ്ട്. സാമ്പത്തികമായ വലിയ കടങ്ങളാൽ വസ്തു ലേലത്തിൽ പോകാൻ പോകുന്നവരുണ്ട്. അവരെല്ലാം ഈ സമയത്ത് സമർപ്പിക്കുന്നു. 17 ദിവസത്തിനുള്ള ആ വിഷയത്തിന് മേലും ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് വിവാഹം ഒത്തുവരാത്തവര്, ആ സ്ത്രീകളും പുരുഷന്മാരുണ്ട്. ഈശോ വിവാഹം പിരിഞ്ഞു പോകാൻ പോകുന്നവര്, ആവശ്യമില്ലാതെ പെട്ടെന്ന് കലഹങ്ങളുണ്ടായി പൈശാചികമായി ഇടപെട്ടുകൊണ്ട് വാശിയും മത്സരത്തിൻ്റെ പേരിലും പിരിയാൻ പോകുന്നവർ, കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കാൻ പോകുന്ന പൈശാചിക തീരുമാനങ്ങളിൽ നിന്ന് അവർ പിന്തിരിയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ ജോലിയില്ലാത്തവര്, വിസ ഇൻ്റർവ്യൂവിന് പോകാൻ പോകുന്നവര്, പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, പുതിയ ടെസ്റ്റിന് ഒരുങ്ങുന്നവര്, അതുപോലെ തന്നെ വിസ പുതുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവര്, പുതുക്കി കിട്ടാത്തവര്, അങ്ങനെ എല്ലാ മേഖലകളിലും വേദനിക്കുന്നവരെ കർത്താവ് പരിശുദ്ധയുടെ മധ്യസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ.
സദയം തുടരണേ സുഖമായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വരുമാനമാർഗം മുട്ടിപ്പോയവര്, ജീവിക്കാൻ മാർഗമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ വിഷമിക്കുന്നവര്, താങ്ങാനാവാത്ത ചിന്തിക്കാനാവാത്ത ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതയുള്ളവര്, അവരുടെ മേൽ ജീവിതം കർത്താവ് ഇടപെടുന്ന വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പല പല ഗർഭചിത്രത്തിന് വിധേയമായവര്, മക്കളില്ലാത്തവര്, അവർ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി അവർക്ക് 3 കുഞ്ഞുങ്ങൾ വരെ ജനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അവരിലേക്ക് ചൊരിയട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പെൻഡിങ്ങിൽ കിടന്ന വിഷയങ്ങള് വസ്തുവാകാം, സ്ഥലമാകാം, ജോലിയാകാം, ചിലപ്പോൾ അന്യാധീനപ്പെട്ടു പോയ സാമ്പത്തികമാകാം, കൈമാറി തിരിച്ചു കിട്ടാൻ പാടില്ലാത്ത അവസ്ഥയ്ക്ക് ആകുന്ന വിഷയമാകാം, നഷ്ടപ്പെട്ട വസ്തുക്കളാകാം. അങ്ങനെയുള്ള മേഖലകളിലെല്ലാം കർത്താവ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സദയം തുടരണേ സുഖമായി. എല്ലാവരും മുട്ടി നിൽക്കുക. സമാപന ആശീർവാദം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. എൻ്റെ മക്കളുടെ വിഷയങ്ങളും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇന്ന് വന്നത്? ആ വിഷയങ്ങൾ ആരാധന സമയത്ത് മൗനമായി പ്രാർത്ഥിക്കുക. സമാപനാശീർവാദം. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും